ഏറ്റുമാനൂർ ബ്ലോക്ക് വികസന സമിതിയുടെ 11ാമത് വാർഷിക ആഘോഷവും സാംസ്കാരിക സമ്മേളനവും പഠനോപകരണ വിതരണവും നടന്നു. ഏറ്റുമാനൂർ പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന സമ്മേളനം മുൻ മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. പഠനോപകരണങ്ങൾ നമ്മൾ വിതരണം ചെയ്യുക വഴി കുട്ടികളെയും ഒപ്പം രക്ഷകർത്താക്കളെയും സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ദൗത്യമാണ് വികസന സമിതി ഏറ്റെടുത്തിട്ടുള്ളത്. അതോടൊപ്പം SSLC പരീക്ഷയിൽ A+ നേടിയിട്ടുള്ള കുട്ടികൾക്ക് പ്രത്യേകമായ പാരിതോഷികൾ നൽകി അവരെ അനുമോദിക്കുമ്പോൾ ആ കുട്ടികളോടൊപ്പം രക്ഷകർത്താക്കളെയും അവരെ അതിന് പ്രാപ്തരാക്കിയ അധ്യാപകരെയും കൃത്യമായി നമ്മൾ അനുമോദിക്കേണ്ടത്. വലിയ കഠിനാധ്വാനം വഴിയാണ് ആ കുട്ടികൾ A+ നേടുന്നത്. രാവും പകലും ഉറക്കളച്ചിരുന്ന് പഠിച്ച് അവരോടൊപ്പം ഉറക്കളയ്ക്കുന്ന അമ്മമാർ അവരെല്ലാം കൂടി ചേരുമ്പോഴാണ് കുട്ടികൾ A+ നേടുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് A+ നേടിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥിനികളെയും അവരുടെ രക്ഷകർത്താക്കളെയും അധ്യാപകരെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി അനുമോദിക്കുന്നു. നഗരസഭാ ചെയർമാൻ ടോമി പുളിമാന്നുണ്ടം അധ്യക്ഷനായിരുന്നു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണം വികസന സമിതി രക്ഷാധികാരി ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. യോഗത്തിൽ മുനിസിപ്പൽ കൗൺസിലർ രശ്മി ശ്യാം, ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജു കുമ്പിക്കൻ, ബാങ്ക് ഡയറക്ടർ രഞ്ജിത് കുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ സെബാസ്റ്റ്യൻ വല്ലികാല, വികസന സമിതി സെക്രട്ടറി രാജു എബ്രഹാം ചൂണ്ടമലക്കുന്നൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചടങ്ങിൽ ജീവകാരുണ്യ പ്രവർത്തകനായ ജോസഫ് മണിയാലിനെ ആദരിച്ചു.